ഓണം പരിപാടി, ഘോഷയാത്ര, കലാപരിപാടികൾ, മറ്റ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം സഹായങ്ങൾ നൽകിയ എല്ലാ സമസ്ത ജനങ്ങളോടും സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. വിവിധ കേന്ദ്രങ്ങളിലായി 33 കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാരും ഇന്നലെ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഒരു 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. ഒരവശബ്ദം ഉണ്ടായിട്ടില്ല, ഒരു പരാതിയില്ലാതെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം നടത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതൊക്കെ ചെറിയ അതൊന്നും സംഘർഷത്തിൻ്റെ പട്ടികയിൽപ്പെട്ടതൊന്നുമല്ല. നമ്മളെ ഈ 4-5 ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത് ഇന്നലെ നിശാഗന്ധിയിലാണെങ്കിൽ നമ്മുടെ ഗായകൻ വിനീത് ശ്രീനിവാസൻ്റെയാണ്. ഇരട്ടി ആളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പോലും ആ സ്റ്റേജിലെത്തി എത്താൻ വേണ്ടി 1 മണിക്കൂർ എടുത്തു. അതൊക്കെ ചെറിയ കുട്ടികളുടെ കളി. അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അഞ്ചാലമ്മൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നത്. ഏതാണ്ട് ഒരു 1500ഓളം കുട്ടികൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. അവിടെ ഈ കായിക അധ്യാപകരും കുട്ടികളുമായിട്ടാണ് ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഏതാനും കുട്ടികൾ ചേർന്നുകൊണ്ട് കായിക അധ്യാപകനെ അടിച്ച് തറയിലിട്ടു. കുട്ടികൾ അധ്യാപകൻ എണീറ്റ് കുട്ടിയെ അടിച്ചു. ഇത് സംബന്ധിച്ചിടത്തോളം പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കർശന നടപടി എടുക്കുന്നതിന് വേണ്ടി കൊല്ലം DDIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ പോലീസിൻ്റെ കാര്യം ഇവിടെ ചോദിച്ചല്ലോ. എന്തെങ്കിലും ഈ കഴിഞ്ഞ ഓണാഘോഷം ആരംഭിച്ച മുതൽ 1000-1500ഓളം വരുന്ന പോലീസുകാർ, വനിതകളും പുരുഷന്മാരും, രാത്രിയും പകലും അവർ ഈ തലസ്ഥാന നഗരിൽ വന്നു പോകുന്ന ജനങ്ങളെ കാത്തു രക്ഷിക്കുകയായിരുന്നു. അവർക്ക് രാത്രിയിലായിരുന്നു, പകലിലായിരുന്നു, ഓണമില്ലായിരുന്നു. അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ മേക്കത്തിട്ട് കയറിയാൽ അവർ മനുഷ്യരാണല്ലോ, അവരുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ചെറിയ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം നടന്ന മുത്തങ്ങ നായാട്ട്, ഇത് കേരളം മറന്നിട്ടില്ല. ശിവഗിരിയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പോലീസ് അതിക്രമമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നിരവധി ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എത്ര പേര് മരിച്ചെന്ന് ഷാ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിട്ട് പോലും കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, രാജന് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജനെ ഇതുവരെയും കിട്ടിയിട്ടില്ല, മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ കേരളത്തിൽ ഏറ്റവും വലിയ പോലീസ് നിറനായിട്ട് നടന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത UDFും കോൺഗ്രസുമാണ് ഇന്നിപ്പോൾ ചെറിയ സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് LDFിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനസ്വാധീനം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതുകൊണ്ടൊന്നും LDF ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും പോലീസുകാർ തെറ്റായ രീതിയിൽ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കർശനമായ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത് മൊത്തം പർവ്വതീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അതിലൊന്നും LDF വിരളുന്ന പ്രശ്നമില്ല, ഞങ്ങൾ പേടിക്കുന്ന പ്രശ്നമില്ല. അല്ല, അതാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്തങ്ങയിൽ നടന്ന പോലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അങ്ങനെ വല്ല സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ശിവഗിരിയിൽ നടന്ന പോലുള്ള സംഭവം വല്ല നടക്കുന്നുണ്ടോ? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന പോലെ സംഭവങ്ങൾ വല്ല നടന്നിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് വടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ സംഭവവികാസങ്ങളാണ്. ആ സംഭവവികാസങ്ങളിൽ പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ പേരിൽ നടപടിയെടുക്കും. അത് കാണിച്ചുകൊണ്ടൊന്നും ഞങ്ങളെ വരട്ടാനൊന്നും UDF വരണ്ട, പ്രതിപക്ഷ നേതാവ് വരണ്ട. ആദ്യം പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞ മുത്തങ്ങയെ സംബന്ധിച്ചിടത്തോളം, വർക്കല ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം, അടിയന്തരാവസ്ഥയിലെ പോലീസിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രതിപക്ഷ നേതാവ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം.
കാര്യം പറഞ്ഞിരുന്നു, ഈ അധ്യാപകരുടെ യൂണിഫോം സംബന്ധിച്ച ഒരു കാര്യം. അപ്പോൾ അതിനെങ്ങനെയാണ് ഒരു അപേക്ഷ വന്നിട്ടുണ്ടോ? എന്താണ് ഒരു ചർച്ച? ഒരു കുട്ടി തന്ന ഒരു അപേക്ഷയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് ആ കുട്ടിയുടെ അഭിപ്രായം? നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു ശരിയാവില്ലല്ലോ. അധ്യാപക സംഘടനയായിട്ട് ആലോചിക്കാം. നമ്മൾ നാട് മാറി വരെയല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ഒരു വേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശക്തിയല്ലേ. കേട്ടോ, സമൂഹത്തിലൊരു ചർച്ച നടക്കട്ടെ.